Once again, all of you, welcome back to my YouTube channel. My name is Adra. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആതിര. So, we are discussing the CBSE class. Today, we are going to discuss about the CBSE class 8 students first chemistry chapter. Okay. CBSE സിലബസിൽ പഠിക്കുന്ന 8th സ്റ്റാൻഡേർഡിലെ കുട്ടികളുടെ ഫസ്റ്റ് കെമിസ്ട്രി ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം 7th തൊട്ടായിരിക്കും അവർ ഏകദേശം കെമിസ്ട്രി എന്നൊരു വേർഷൻ, സയൻസിനെ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി എന്നൊരു വേർഷൻ തൊട്ട് പഠിച്ചു തുടങ്ങുന്നത്. അപ്പം ബേസിക് ഐഡിയാസ് ആണ് അവർക്ക് 8th നിന്നും 7th നിന്നൊക്കെ എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് എന്ന് പറയുന്നത് കോൾ ആൻഡ് പെട്രോളിയം. ഓക്കെ, കോൾ ആൻഡ് പെട്രോളിയം എന്നതാണ് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര്. കോൾ ആൻഡ് പെട്രോളിയം. ഓക്കെ, യുവർ ചാപ്റ്റർ നെയിം ഈസ് കോൾ ആൻഡ് പെട്രോളിയം. അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് കോൾ ആൻഡ് പെട്രോളിയം എന്ന് പറയുന്നത്. പിന്നെ നമ്മളെല്ലാവരും നിത്യം ഒരുപാട് വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. എന്തിനാ നമ്മളിതെല്ലാം ഉപയോഗിക്കുന്നത്? നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും ഉപയോഗിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ജോലികൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഷ്ടംപോലെ വസ്തുക്കൾ ഡെയിലി എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. ഫോർ എക്സാമ്പിൾ, ഡെയിലി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് LPG, അല്ലെ? LPG മീൻസ് എന്താണ്? കുക്കിംഗ് ഗ്യാസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് LPG എന്ന് പറയുന്നത്. പിന്നെ അല്ലെങ്കിൽ നോർമലായിട്ട് അടുപ്പ് ഉപയോഗിക്കുന്നവർ വിറക് എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. ഇനി അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഫുഡ് ഐറ്റംസ്, പിന്നെ വെള്ളം നിത്യവും നമ്മൾ കുടിക്കാറുണ്ട്. പിന്നെ കുറച്ച് വസ്തുക്കളാണെങ്കിൽ കുട്ടികളെ സംബന്ധിച്ച് ബുക്ക്, പുസ്തകങ്ങൾ, അതേപോലെ വലിയ വലിയ ആൾക്കാരാണെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് ജോലി ആവശ്യമായി ബന്ധപ്പെട്ട് പല പല വസ്തുക്കൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്, അല്ലെ? അപ്പം നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമ്മൾ ഇഷ്ടംപോലെ വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. ഇതിനകത്ത് ചിലതൊക്കെ എന്താണ്, നാച്ചുറൽ ആണ്, ചിലത് മാൻമെയ്ഡും ആണല്ലോ. ചിലത് നാച്ചുറൽ മീൻസ് പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന വസ്തുക്കളെ നമ്മൾ എന്തെന്ന് പറയുന്നത്, നാച്ചുറൽ എന്ന് പറയുന്നത്. ആ ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പിന്നെ മാൻമെയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മളായിട്ട് മെയ്ഡ് ചെയ്തെടുക്കുന്ന വസ്തുക്കളെ എന്തെന്ന് പറയുന്നത്, മാൻമെയ്ഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞു വാട്ടർ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു വസ്തുവാ വാട്ടർ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇന്ന ആൾക്ക് മാത്രം ഉള്ളതാണോ വാട്ടർ? അല്ല, എല്ലാവർക്കും കിട്ടുന്ന ഒരു നാച്ചുറൽ റിസോഴ്സ് ആണ് എന്താ പറയുന്നത്, വാട്ടർ. അതുപോലെ സൺലൈറ്റ് എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ. ആർക്കെങ്കിലും പ്രത്യേകിച്ച് അതിന് പൈസ വല്ലതും കൊടുക്കണം? വേണ്ട. നാച്ചുറൽ റിസോഴ്സ് ആണ് എന്താന്ന് പറയുന്നത്, സൺലൈറ്റ് എന്ന് പറയുന്നത്. അതേപോലെയാണ് എയർ. നമ്മൾ എല്ലാവരും ബ്രീത്ത് ചെയ്യുന്ന ഒരു വസ്തുവാണ് എന്ത്, എയർ. ഇതെല്ലാം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, പ്രകൃതിയിൽ നിന്ന്. അല്ലാണ്ട് പ്രത്യേകിച്ച് നമ്മൾ ആരും ക്രിയേറ്റ് ചെയ്യുന്ന വസ്തുക്കളല്ല ഈ സൺലൈറ്റ്, എയർ, വാട്ടർ എന്ന് പറയുന്നത്. പ്രകൃതിയിൽ നിന്ന് നമുക്ക് നേരിട്ട് കിട്ടുന്ന വസ്തുക്കളാണ്. അതേസമയം കുട്ടികളെല്ലാവരും ഇപ്പം ഭയങ്കര സൗന്ദര്യ സംരക്ഷകരൊക്കെ ആയിട്ട് വരുന്ന കാലമാണ്. അപ്പൊ അവർ ഇഷ്ടംപോലെ കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്, അല്ലെ? ഇതെല്ലാം എന്താണ്, മാൻമെയ്ഡ് ആണ്, അല്ലെ? കോസ്മെറ്റിക് ഐറ്റംസ് എന്ന് പറയുമ്പം അത് മാൻമെയ്ഡ് ആണ്. പിന്നെ അതുപോലെ നമുക്ക് മാൻമെയ്ഡ് പറയുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്സ്, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസസ്, ഇതെല്ലാം എന്താണ്, മാൻമെയ്ഡ് ഐറ്റംസ് ആണ്. അപ്പം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതിൽ ചിലതൊക്കെ നാച്ചുറൽ ആണ്, ചിലത് മാൻമെയ്ഡ് ആണ്. മാൻമെയ്ഡ് മീൻസ് നമ്മുടെ കൺവീനിയൻസ്, മീൻസ് നമ്മുടെ ജോലികൾ എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ നിർമ്മിച്ച വസ്തുക്കളെ എന്താന്ന് പറയുന്നത്, മാൻമെയ്ഡ് എന്ന് പറയുന്നത്. അതല്ലാതെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വസ്തുക്കളാണ് നാച്ചുറൽ എന്ന് പറയുന്നത്. അപ്പം resources that we obtain from our nature. Okay, resources that we obtain from our nature are known as natural resources. പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വസ്തുക്കളെ നമ്മൾ എന്താണ് പറയുന്നത്, നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ നാച്ചുറൽ റിസോഴ്സസിനെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം. നാച്ചുറൽ റിസോഴ്സസ് തന്നെയാണ്, നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. വീട്ടില് വാഹനമൊക്കെ ഉള്ള കുട്ടികൾക്ക്, ഉള്ള കുട്ടികൾ നല്ല, ഇപ്പൊ എല്ലാവരുടെയും വീട്ടിൽ എന്തുണ്ട്, ഏറ്റവും കുറഞ്ഞ 2-3 വാഹനമൊക്കെ എല്ലാവരുടെയും വീട്ടില് കാണും. അപ്പൊ നമ്മള് ആ വെഹിക്കിൾസ് ഒക്കെ റൺ ചെയ്യണമെങ്കിൽ അതിനകത്ത് എന്ത്, ഒന്നുകിൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഉപയോഗിക്കണമായിരിക്കും, അല്ലെ? പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. പിന്നെ കുക്കിംഗ് ഗ്യാസ് ആയിട്ട് LPG യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ പറയുന്നത് സൺലൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് സൺലൈറ്റ്. പിന്നെ നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എയർ, നെക്സ്റ്റ് വാട്ടർ. നിങ്ങൾ ഇത്രയും വസ്തുക്കളൊന്ന് കമ്പയർ ചെയ്യണം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇത്രയും വസ്തുക്കളൊന്ന് കമ്പയർ ചെയ്യണം. ഇതെല്ലാം ഏകദേശം എന്താ, നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന വസ്തുക്കൾ തന്നെയാണ്, അല്ലെ? സൺലൈറ്റ് ആണെങ്കിലും എയർ ആണെങ്കിലും വാട്ടർ ആണെങ്കിലും LPG, ഡീസൽ, പെട്രോൾ, ഇതെല്ലാം നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം. അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ, അത് പ്രകൃതിയിൽ നിന്നല്ല കിട്ടുന്നതെന്ന് വല്ല സംശയം ഉണ്ടോ നിങ്ങൾക്ക്? അപ്പം ഈ വസ്തുക്കളെല്ലാം നമുക്ക് എവിടുന്നാണ് കിട്ടുന്നത്, പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ എന്തെങ്കിലും സംശയമൊക്കെ കാണും. ഈ LPG ഒക്കെ പ്രകൃതിയിൽ നിന്നാണോ കിട്ടുന്നത് എന്നിങ്ങനെയുള്ള സംശയമൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും. ഈ സംശയം എല്ലാം നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതോടുകൂടി എന്ത് ചെയ്യും, തീരുന്നതായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ തീർക്കുന്നതായിരിക്കും. അപ്പം ഈ പറഞ്ഞിരിക്കുന്നത് പെട്രോൾ, ഡീസൽ, LPG, സൺലൈറ്റ്, എയർ, വാട്ടർ,
ഇതെല്ലാം എന്താണ്? നാച്ചുറൽ റിസോഴ്സസ് തന്നെയാണ്. ഒരു സംശയം വേണ്ട, ഇതെല്ലാം നാച്ചുറൽ റിസോഴ്സസ് ആണ്. മീൻസ് അതെല്ലാം നമുക്ക് എവിടുന്നാണ് കിട്ടുന്നത്? പ്രകൃതിയിൽ നിന്നാണ് കിട്ടുന്നത്. ഇനി നമുക്ക് അവരുടെ എമൗണ്ട് ഒന്ന് എടുക്കാം. ഓക്കെ, സൺലൈറ്റ്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് സൺലൈറ്റ്. ഞാൻ പ്രത്യേകിച്ച് ഞാൻ കുറച്ച് തുണി കഴുകി ഉണക്കാനിട്ട് അത് ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സൺലൈറ്റിന്റെ എമൗണ്ടിൽ എന്തെങ്കിലും കുറവ് സംഭവിക്കുമോ? ഇല്ല. ആ സൺലൈറ്റ് ആരൊക്കെ എത്രയൊക്കെ അതിനെ യൂട്ടിലൈസ് ചെയ്തെന്ന് പറഞ്ഞാലും സൺലൈറ്റിന്റെ എമൗണ്ടിൽ എന്ത് വരാൻ പോകുന്നില്ല? ഒരു കുറവും വരാൻ പോകുന്നില്ല. അതുപോലെയാണ് എയർ. നമ്മൾ ബ്രീത്ത് ചെയ്തെന്ന് എഴുതിയിട്ട് ഡെയിലി അതിന്റെ എമൗണ്ട് എന്ത് ചെയ്യുന്നില്ല? കുറഞ്ഞ് പോകുന്നില്ല. അത് അതുപോലെ തന്നെ അവിടെ കാണും അല്ലെ? അല്ലാണ്ട് നമ്മൾ കുറച്ച് ബ്രീത്ത് ചെയ്തു എന്ന് എഴുതിയിട്ട് എയർ ഇങ്ങനെ കുറഞ്ഞു വരികയാണോ? അല്ല. അടുത്തയാണ് വാട്ടർ. ലിമിറ്റ്ലെസ് റിസോഴ്സസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തിട്ടോ 7th പഠിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് വാട്ടർ. ഇതെല്ലാം എന്താണ്? ക്വാണ്ടിറ്റി അൺലിമിറ്റഡ് ആയിട്ടുള്ളതാണ്. ഒരാൾ ഉപയോഗിച്ചെന്ന് കരുതി അല്ലെങ്കിൽ കുറച്ചധികം പേര് ഉപയോഗിച്ചെന്ന് കരുതി ഒന്നും ഇവരുടെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യാൻ പോകുന്നില്ല? കുറയാൻ പോകുന്നില്ല അല്ലെ? ഇതെല്ലാം എന്താണ്? അൺലിമിറ്റഡ് ആണ്. ഇനി അതേസമയം പെട്രോള്. ഓക്കെ, അപ്പം ഈ പെട്രോള് നമ്മളൊക്കെ നല്ലൊരു എമൗണ്ട് കൊടുത്താൽ എന്ത് ചെയ്യുന്നത്? പെട്രോള് വാങ്ങുന്നത്. എന്നാ സൺലൈറ്റ് നമ്മൾ പ്രത്യേകിച്ച് കാശ് വല്ലതും കൊടുക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഈ പെട്രോൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? കാശ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് എന്ത്? ഡീസൽ. ഇതും നമ്മൾ പൈസ കൊടുത്താൽ എന്ത് ചെയ്യുന്നത്? വാങ്ങുന്നത്. LPG കാശ് കൊടുത്ത് തന്നെയല്ലേ ഇതൊക്കെ നമ്മൾ വാങ്ങുന്നത്. എന്നാ സൺലൈറ്റ്, എയർ, വാട്ടർ. പക്ഷെ ഇപ്പൊ വാട്ടർ ഒക്കെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? പൈസ കൊടുത്ത് വാങ്ങുന്ന കണ്ടീഷനൊക്കെ ഉണ്ട്. അപ്പം ഇവരുടെ എമൗണ്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഫസ്റ്റ് തന്നിരിക്കുന്ന പെട്രോൾ, ഡീസൽ, LPG ഇവരുടെ ക്വാണ്ടിറ്റി എന്താ അറിയാവോ? ലിമിറ്റഡ് ആണ്. ഓക്കെ, ലിമിറ്റഡ് ആയതുകൊണ്ടാണ് നമ്മൾ അവർക്ക് എന്ത് കൊടുക്കേണ്ടി വരുന്നത്? എമൗണ്ട് പേ ചെയ്തത് വാങ്ങേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉള്ളത്. കാരണം അവരുടെ എമൗണ്ട് എന്താണ്? ലിമിറ്റഡ് ആണ്. അതേസമയം സൺലൈറ്റ്, എയർ, വാട്ടർ ഇവർക്കൊക്കെ എന്താണ്? ലിമിറ്റ്ലെസ് റിസോഴ്സസ് ആണ് കേട്ടോ. കൃത്യമായിട്ടൊരു എമൗണ്ട് ഇത്ര ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്ന വസ്തുക്കളല്ല സൺലൈറ്റ്, എയർ, വാട്ടർ തുടങ്ങിയ വസ്തുക്കൾ. അതുകൊണ്ട് അവരുടെ ക്വാണ്ടിറ്റി എന്താണ്? അൺലിമിറ്റഡ് ആണ്. അപ്പൊ നമുക്ക് ഈ നാച്ചുറൽ റിസോഴ്സ് രണ്ടും എന്തിന് എക്സാമ്പിൾ ആണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്? രണ്ട് കാറ്റഗറിയും നാച്ചുറൽ റിസോഴ്സസ് തന്നെയാണ്. ഇനി നമ്മൾ അവരെ എന്ത് ചെയ്യാൻ പോകുന്നു? ക്വാണ്ടിറ്റിയുടെ ബേസിൽ. ക്വാണ്ടിറ്റി മീൻസ് എന്താണ്? അളവ്. ക്വാണ്ടിറ്റിയുടെ ബേസിൽ നമുക്ക് ഇതിനെ എത്ര ആയിട്ട് തരംതിരിക്കാം? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ബേസ്ഡ് ഓൺ ദെയർ ക്വാണ്ടിറ്റി വി ക്യാൻ ക്ലാസിഫൈ നാച്ചുറൽ റിസോഴ്സസ് ഇൻടു 2. ഓക്കെ, ബേസ്ഡ് ഓൺ ദെയർ ക്വാണ്ടിറ്റി. ആ പോയിന്റ് പഠിച്ചു വെക്കുക. ബേസ്ഡ് ഓൺ ദെയർ ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി മീൻസ് അളവ്. Based on the quantity of that natural resources, we can classify them into 2. അപ്പം ഈ നാച്ചുറൽ റിസോഴ്സസിന്റെ ക്വാണ്ടിറ്റി അളവിനനുസരിച്ച് നമ്മൾ അവരെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ്? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ്. അതിനകത്ത് ഫസ്റ്റ് ക്ലാസിഫിക്കേഷന്റെ പേരാണ് എക്സോസ്റ്റബിൾ. ഓക്കെ, ഒന്നാമത്തെ പേരെന്താണ്? എക്സോസ്റ്റബിൾ. സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ ഇൻഎക്സോസ്റ്റബിൾ. സെക്കൻഡ് വൺ ആണ് ഇൻഎക്സോസ്റ്റബിൾ. അപ്പം ഫസ്റ്റ് വണ്ണിന്റെ പേര് എന്താണ്? എക്സോസ്റ്റബിൾ. സെക്കൻഡ് വണ്ണിന്റെ പേര് ഇൻഎക്സോസ്റ്റബിൾ. ഓക്കെ, അപ്പം ഈ എക്സോസ്റ്റബിൾ എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സോസ്റ്റ് ചെയ്യാൻ മീൻസ് ഉപയോഗിച്ച് അതിന്റെ അളവിൽ എന്ത് വരുത്താൻ സാധിക്കും? എമൗണ്ടില് കുറവ് വരുത്താൻ സാധിക്കുന്നവരാണ് എക്സോസ്റ്റബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. എക്സോസ്റ്റബിൾ. അപ്പം ഫുൾ നെയിം എന്ന് പറയുമ്പോൾ എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സസ് ആണ് ഫുൾ കേട്ടോ. എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സ്. കാരണം അതും എന്ത് തന്നെയാണ്? പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. ഇൻഎക്സോസ്റ്റബിൾ മീൻസ് എന്താണ്? നമ്മൾ ഇനി എത്രത്തോളം ഉപയോഗിച്ചാലും അതിന്റെ എമൗണ്ടിൽ യാതൊരു കുറവും വരാൻ പോകുന്നില്ല. അങ്ങനെയുള്ളവരാണ് എന്ത്? ഇൻഎക്സോസ്റ്റബിൾ. എക്സോസ്റ്റബിൾ മീൻസ് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അവരുടെ എമൗണ്ട് എന്ത് ചെയ്യും? കുറഞ്ഞു വരുന്നതാണ് എക്സോസ്റ്റബിൾ. ഇൻഎക്സോസ്റ്റബിൾ മീൻസ് അൺലിമിറ്റഡ് ക്വാണ്ടിറ്റി ആയിട്ട് എത്രത്തോളം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. അതിന്റെ എമൗണ്ടിൽ യാതൊരു കുറവും വരാൻ പോകുന്നില്ല. അങ്ങനത്തുള്ള റിസോഴ്സസിനെ നമ്മൾ എന്താന്ന് പറയുന്നത്? ഇൻഎക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പം എക്സോസ്റ്റബിൾ മീൻസ് എന്തായിരുന്നു? The amount of such type of natural resources are limited in quantity. ഈ നാച്ചുറൽ റിസോഴ്സസിന്റെ എമൗണ്ട് എന്താണ്? ലിമിറ്റഡ് ആണ്. മീൻസ് കൃത്യമായ ഒരു അളവ് അതിന് ഉണ്ട്. അങ്ങനെയുള്ള റിസോഴ്സിനെ നമ്മൾ എന്താന്ന് പറയുന്നത്? എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ ആണ് എന്ത്? ഇൻഎക്സോസ്റ്റബിൾ. എത്ര വേണേലും നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. അൺലിമിറ്റഡ് ഇൻ ക്വാണ്ടിറ്റി. The natural resources they are present in unlimited in quantity are known as ഇൻഎക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സസ്. നമ്മുടെ പ്രകൃതിയിലെ എത്ര അളവ് നമുക്ക് നിശ്ചയിക്കാൻ പറ്റാത്ത അത്ര അളവിലുള്ള റിസോഴ്സ് നമ്മൾ എന്താന്ന് പറയുന്നു? ഇൻഎക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്.
അപ്പം നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? തിങ്സ് ദാറ്റ് വി ഒബ്റ്റെയിൻ ഫ്രം ദ നേച്ചർ ആർ നോൺ ആസ് നാച്ചുറൽ റിസോഴ്സസ്. തിങ്സ് മീൻസ് വസ്തുക്കൾ, പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വസ്തുക്കളെ നമ്മൾ എന്താന്ന് പറയുന്നത്? നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ദെയർ ക്വാണ്ടിറ്റി, അവരുടെ അളവിനനുസരിച്ച് വി ക്യാൻ ക്ലാസിഫൈ ദം ഇൻടു 2 ടൈപ്സ്. അവരെ നമുക്ക് എത്രയായി ക്ലാസിഫൈ ചെയ്യാം? 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. വി ക്യാൻ ക്ലാസിഫൈ ദം ഇൻടു 2 ടൈപ്സ്. ഫസ്റ്റ് വൺ ഈസ് എക്സോസ്റ്റബിൾ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻഎക്സോസ്റ്റബിൾ. എക്സോസ്റ്റബിൾ മീൻസ് ദ എമൗണ്ട് ഈസ് ലിമിറ്റഡ്. എക്സോസ്റ്റബിൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മീൻസ് നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റുന്നു? അതിന്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യാൻ പറ്റുന്നു എന്നല്ല, അവരുടെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞു വരുന്നതാണ് എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സസ്. ദെൻ സെക്കൻഡ് വൺ ഇൻഎക്സോസ്റ്റബിൾ. ദേ ആർ അൺലിമിറ്റഡ് ഇൻ ക്വാണ്ടിറ്റി. എത്ര നമ്മൾ ഇനി ഉപയോഗിച്ചെന്ന് കരുതിയും അതിന്റെ എമൗണ്ടിൽ എന്ത് വരാൻ പോകുന്നില്ല? കുറവൊന്നും വരാൻ പോകുന്നില്ല. ദേ ആർ അൺലിമിറ്റഡ് ഇൻ ക്വാണ്ടിറ്റി. സച്ച് റിസോഴ്സസ് ആർ നോൺ ആസ് ഇൻഎക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സ്. അപ്പം എക്സോസ്റ്റബിളിന് കുറച്ച് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? പെട്രോള്, ഡീസൽ, LPG, ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ്, ഇതെല്ലാം എന്താണ്? എക്സോസ്റ്റബിൾ ആണ്. മീൻസ് വി ആർ എക്സോസ്റ്റിംഗ് ദം. നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അവർ എന്തായി മാറുന്നത്? എക്സോസ്റ്റബിൾ ആയിട്ട് മാറുന്നത്. വി ആർ എക്സോസ്റ്റിംഗ് ഓൾ ദീസ് റിസോഴ്സസ്. നമ്മളല്ലേ ഇതെല്ലാം ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഏത് കാറ്റഗറിയിൽ വന്നത്? എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സസിൽ വന്നത്. അപ്പൊ നമ്മള് റിസോഴ്സസിനെ ബേസ്ഡ് ഓൺ ദെയർ ക്വാണ്ടിറ്റി വി ക്യാൻ ക്ലാസിഫൈ ദം ഇൻടു 2 ടൈപ്സ്. ഫസ്റ്റ് വൺ ഈസ് എക്സോസ്റ്റബിൾ ആൻഡ് സെക്കൻഡ് വൺ ഈസ് inexhaustible natural resources. Exhaustible means they are only present in limited quantity. Otherwise, in the case of inexhaustible, they are present in unlimited quantity. Okay, so based on their quantity. So, ഇതിന്റെ ക്വാണ്ടിറ്റി, അളവ്, ആ ഒരു പോയിന്റ് ഓർത്തു വെക്കണം. Based on their quantity. എന്തിന്റെ ബേസിലാണ് നമ്മൾ അവരെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? Based on their quantity. ക്വാണ്ടിറ്റി വെച്ചാൽ എന്താണ്? അളവ്, എത്രത്തോളം നമ്മുടെ പ്രകൃതിയിലുണ്ട്, മീൻസ് നേച്ചറിലുണ്ട്. ബേസ്ഡ് ഓൺ ദെയർ ക്വാണ്ടിറ്റി വി ആർ ക്ലാസിഫൈ ദം ഇൻടു 2 ടൈപ്സ്. ഫസ്റ്റ് വൺ ഈസ് എക്സോസ്റ്റബിൾ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻഎക്സോസ്റ്റബിൾ. ഓക്കെ, അപ്പൊ നാച്ചുറൽ റിസോഴ്സ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ റിവൈൻഡ് ചെയ്ത് ഇങ്ങനെ നോക്കണം കേട്ടോ. പഠിച്ചൊന്നായിട്ട് അങ്ങ് മാറ്റി വെക്കരുത്. ഡെയിലി എന്ത് ചെയ്യുക? പഠിക്കുന്ന കാര്യങ്ങളൊന്ന് റിവൈൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും യൂസ്ഫുൾ ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പം നാച്ചുറൽ റിസോഴ്സസ് മീൻസ് തിങ്സ് ദാറ്റ് വി ഒബ്റ്റെയിൻ ഫ്രം ദ നേച്ചർ ആർ നോൺ ആസ് നാച്ചുറൽ റിസോഴ്സസ്. പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വസ്തുക്കളെ നമ്മൾ എന്താന്ന് പറയുന്നത്? നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ദെയർ ക്വാണ്ടിറ്റി വി ക്യാൻ ക്ലാസിഫൈ ദം ഇൻടു 2 ടൈപ്സ്. അവരുടെ ക്വാണ്ടിറ്റി, അളവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അവരെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് എക്സോസ്റ്റബിൾ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻഎക്സോസ്റ്റബിൾ. എക്സോസ്റ്റബിൾ മീൻസ് their quantity is limited. Otherwise, in the case of inexhaustible, they are unlimited in quantity. And one more thing, exhaustible means we are exhausting them. Means നമ്മളാണ് അത് എന്ത് ചെയ്യുന്നത്? എക്സോസ്റ്റ് ചെയ്യുന്നത്. അവരുടെ ക്വാണ്ടിറ്റി എക്സോസ്റ്റബിൾ വരാനുള്ള കാരണം തന്നെ നമ്മളാണ്. ഹ്യൂമൻസ് ആണ് ഇതെല്ലാം എന്താക്കിയത്? എക്സോസ്റ്റബിൾ ആക്കി മാറ്റിയത്. ഇനി നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്തായിരുന്നു? കോൾ ആൻഡ് പെട്രോളിയം. ഓക്കെ, കോൾ ആൻഡ് പെട്രോളിയം എന്നതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ഇൻ ദിസ് ചാപ്റ്റർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദിസ് എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സസ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സസിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. മീൻസ് കോള്, പെട്രോളിയം, അതുപോലുള്ള നാച്ചുറൽ ഗ്യാസ് തുടങ്ങിയ വസ്തുക്കളെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാൻ പോകുന്നത്. വി ആർ ഡിസ്കസിങ് അബൌട്ട് സം എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സസ് ലൈക്ക് കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് എക്സെട്ര. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് പറയാൻ പോകുന്ന വസ്തുവാണ് കോള് കേട്ടോ. ഫസ്റ്റ് പറയുന്നതാണ് കോള്. ഫസ്റ്റ് വൺ ഈസ് നോൺ ആസ് ഫസ്റ്റ് വൺ ഈസ് നോൺ ആസ് കോൾ. ഒന്നാമത്തെ പേരെന്താണ്? കോള്. ഇനി അപ്പൊ നമ്മൾ ഫസ്റ്റ് ഈ കോളിനകത്ത് അതിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് ആണ്, മീൻസ് കാണാൻ എങ്ങനെയാണ്, എന്താണ് നിറം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പറയാൻ പോകുന്നത്. ഓക്കെ, കളർ ഈസ് ബ്ലാക്ക്. ദ കളർ ഓഫ് കോൾ ഈസ് ലൈക്ക് ബ്ലാക്ക്. ഈ കോളിന്റെ നിറം എന്താണ്? ബ്ലാക്ക് ആണ്. ലൈക്ക് എസ് എ സ്റ്റോൺ. അത് കണ്ടാൽ അല്ലെങ്കിൽ നമുക്ക് എന്തുപോലെ തോന്നുന്നത്? ഒരു കറുത്ത കല്ല് പോലെയാണ് നമുക്ക് ഈ കോള് കണ്ടാൽ തോന്നുന്നത്. കോൾ ഈസ് ബ്ലാക്ക് ഇൻ കളർ ആൻഡ് ഹാർഡ് ആസ് എ സ്റ്റോൺ. എന്തുപോലെ ഹാർഡാണ്? ഒരു കല്ല് പോലെ ഹാർഡായിട്ടുള്ള വസ്തു നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൾ എന്ന് പറയുന്നത്. അപ്പൊ കോൾ എന്ന് വെച്ചാൽ എന്താണ്? ബ്ലാക്ക് ആണ് അതിന്റെ നിറം. ഏകദേശം കണ്ടാൽ ഹാർഡ് ആസ് എ സ്റ്റോൺ, ഒരു സ്റ്റോണിനോളം കട്ടിയുള്ള ഒരു വസ്തുവാണ് കോള് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് നമ്മൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ യൂസസ് ഓഫ് കോൾ. ഓക്കെ, സെക്കൻഡ് നമ്മൾ പറയുന്നത് യൂസസ് ഓഫ് കോൾ ആണ്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു കുക്കിംഗ് ഫ്യൂവൽ ആണ്. ഓക്കെ, കോൾ ഈസ് യൂസ്ഡ് ആസ് എ കുക്കിംഗ് ഫ്യൂവൽ. കോൾ ഈസ് യൂസ്ഡ് ആസ് എ കുക്കിംഗ് ഫ്യൂവൽ. പാചകത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്യൂവൽ ആണ് കോള് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ഇൻ റെയിൽവേ എൻജിൻ ടു പ്രൊഡ്യൂസ് സ്റ്റീം ടു റൺ ദ ട്രെയിൻ. ഓക്കെ, റെയിൽവേ എൻജിൻസിൽ
അതായത് ട്രെയിനിന്റെ എൻജിൻസിനകത്ത് ഇത് ഇട്ടിട്ട് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്തിട്ടായിരുന്നു എഞ്ചിൻ എന്ത് ചെയ്യുന്നത്, റൺ ചെയ്തിരുന്നത്. ആ ഒരു കണ്ടീഷനിൽ നമ്മൾ കോളിനെ അവിടെയും ഒരു ഫ്യൂവലായിട്ട് ഉപയോഗിച്ചിരുന്നു. ദെൻ തേർഡ് വൺ ആണ് ഇൻ തെർമൽ പവർ പ്ലാന്റ്സ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. തെർമൽ പവർ പ്ലാന്റ്സുകളിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയും എന്ത് ഉപയോഗിച്ചിരുന്നു, കോള് ഉപയോഗിച്ചിരുന്നു. അപ്പൊ 3 യൂസസ് ആണ് കോളിന് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ കോൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ബ്ലാക്ക് ഇൻ കളർ ആൻഡ് ലൈക്ക് എ ഹാർഡ് ആസ് എ സ്റ്റോൺ. ബ്ലാക്ക് ആണ് അതിന്റെ നിറം, ഒരു കല്ലിനോളം കട്ടിയുള്ള വസ്തുവാണ് കോള് എന്ന് പറയുന്നത്. ഇനി യൂസസിൽ ഫസ്റ്റ് വൺ ആണ് യൂസ്ഡ് ആസ് എ കുക്കിംഗ് ഫ്യൂവൽ. പാചകത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇന്ധനമായി നമ്മൾ എന്തിനെ ഉപയോഗിച്ചിരുന്നു, കോളിനെ ഉപയോഗിച്ചു. സെക്കൻഡ് വൺ ഇൻ റെയിൽവേ എഞ്ചിൻസ് ടു പ്രൊഡ്യൂസ് സ്റ്റീം ടു റൺ ദ എഞ്ചിൻ. റെയിൽവേ എഞ്ചിനുകളിൽ ഇത് കത്തിച്ചിട്ട് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്തിട്ടായിരുന്നു അത് എന്ത് ചെയ്തിരുന്നത്, റൺ ചെയ്തിരുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് ഇൻ തെർമൽ പവർ പ്ലാന്റ്സ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. തെർമൽ പവർ പ്ലാന്റ്സിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയും എന്ത് ഉപയോഗിച്ചിരുന്നു, കോള് ഉപയോഗിച്ചിരുന്നു. ഇനി നമ്മൾ ഈ പറയുന്നത് ഫോർമേഷൻ ഓഫ് കോൾ ആണ് കേട്ടോ. ഇപ്പം ഏകദേശം ഒരു 3000 മില്യൺ ഇയേഴ്സിന് മുമ്പ് നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്നത് എന്തായിരുന്നു, ഭയങ്കര കാടായിരുന്നു കേട്ടോ. ഈ കാടിനകത്ത് ഒരു നാച്ചുറൽ കലാമിറ്റി മീൻസ് നിങ്ങൾ ഫ്ലഡ് എന്ന് കേട്ടത്, ഈ വെള്ളപ്പൊക്കം ഉണ്ടായപ്പം ഈ പ്രകൃതിയിലുള്ള എല്ലാം അങ്ങ് എന്തിനടിയിലായി, വെള്ളത്തിനടിയിൽ. അപ്പം ഫ്ലഡ് എന്ന് പറയുമ്പോൾ നോർമലായിട്ട് അതിന്റെ മണ്ടയിൽ മണ്ണ്, ചെളി തുടങ്ങിയ കാര്യങ്ങളെല്ലാം വന്ന് എന്ത് ചെയ്യണം, ഡെപ്പോസിറ്റ് ആവണം അല്ലെ. അപ്പൊ ഇതിന്റെ അടിയിൽ അകപ്പെട്ടു പോയി നമ്മുടെ ഈ പ്രകൃതിയിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ എല്ലാം ഇവര് ഈ മണ്ണിനടിയിൽ പെട്ടിട്ട്, അല്ലെങ്കിൽ ഈ മഡിനും ക്ലേക്കും ഇതിനെല്ലാം അടിയിൽ പെട്ടിട്ട് അല്ലാണ്ട് കംപ്രസ് ആയി. മീൻസ് ഓക്കെ, കംപ്രസ് മീൻസ് എന്താ, നമ്മളൊരു വസ്തു ഇങ്ങനെ ആക്കുന്നതിന് നമ്മൾ എന്താ പറയുക, കംപ്രസ് മീൻസ് നല്ലൊരു ഫോഴ്സ് നമ്മൾ അതിന്റെ പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ ഈ കംപ്രസ് എന്ന് പറയുന്നത്. അപ്പൊ കംപ്രസ് ആയപ്പം മീൻസ് ഈ മണ്ണിന്റെയും ചെളിയുടെ ഒക്കെ അടിയിലായപ്പോൾ ഇത് വല്ലാണ്ട് എന്തായി, കംപ്രസ് ആയി. അപ്പൊ അവിടെ എന്തായിരിക്കണം, ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും ആയിരുന്നു കേട്ടോ. അപ്പം ഈ ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും നമ്മുടെ ഈ പ്രകൃതിയിൽ ഉണ്ടായിരുന്ന വെജിറ്റേഷൻ കൺവേർട്ട് ചെയ്തിട്ട് എന്തായി മാറിയത്, കോളായിട്ട് മാറിയത്. അപ്പം ഡെഡ് വെജിറ്റേഷൻ കൺവേർട്ടഡ് ടു കോൾ ആൻഡ് ദ കണ്ടീഷൻസ് ആർ ഹൈ പ്രഷർ, ഹൈ ടെമ്പറേച്ചർ ആൻഡ് കംപ്രഷൻ. ഓക്കെ, അപ്പം ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ഡെഡ് വെജിറ്റേഷൻ കൺവേർട്ട് ചെയ്തിട്ടാണ് എന്തായി ഫോം ചെയ്തത്, കോളായിട്ട് ഫോം ചെയ്യുന്നത്. ഈ കോളിനകത്തെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് കാർബൺ ആണ്. ഓക്കെ, കോളിനകത്തെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് കാർബൺ ആണ്. ഇനി ഈ കോള് ഫോം ചെയ്യുന്നത് അത്ര സഡൻ ആയിട്ട് നടക്കുന്ന റിയാക്ഷൻ ഒന്നും അല്ല കേട്ടോ. വളരെ സ്ലോ ആയിട്ടാണ് ഈ ഡെഡ് വെജിറ്റേഷൻ കൺവേർട്ട് ചെയ്തിട്ട് കോളായി മാറുന്നത്. അപ്പം ദ സ്ലോ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഡെഡ് വെജിറ്റേഷൻ ഇൻ ടു കോൾ ഈസ് നോൺ ആസ് കോൾ ഈസ് നോൺ ആസ് കാർബണൈസേഷൻ. സ്ലോ പ്രോസസ്, ഇവിടെ ഉണ്ടായിരുന്ന ഡെഡ് വെജിറ്റേഷൻ പതിയെ കൺവേർട്ട് ചെയ്ത് കോളായിട്ട് മാറുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരായിരുന്നു കാർബണൈസേഷൻ. ഇനി ഫോസിൽസ് മീൻസ് എന്തായിരുന്നു, ഡെഡ് വെജിറ്റേഷൻ. ദ റിമെയിൻസ് ഓഫ് ഡെഡ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആർ നോൺ ആസ് ഫോസിൽസ്. ഓക്കെ, ഈ ഡെഡ് റിമെയിൻസ്, അതായത് പ്ലാന്റ്സിന്റെ അനിമൽസിന്റെ ഡെഡ് റിമെയിൻസിനെ നമ്മൾ എന്താന്ന് പറയുന്നത്, ഫോസിൽസ് എന്ന് പറയുന്നത്. അപ്പം ഫ്യൂവൽസ്, ദ ഫ്യൂവൽസ് ഫോംഡ് ഫ്രം ഫോസിൽസ് ആർ നോൺ ആസ് ഫോസിൽ ഫ്യൂവൽസ്. ഈ ഫോസിലിൽ നിന്ന് ഫോം ചെയ്യുന്ന ഫ്യൂവൽസിനെ നമുക്ക് എന്തെന്ന് പറയാം, ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയാം. അപ്പം കോൾ ഫോം ചെയ്തത് എന്താണ്, എന്തിൽ നിന്നായിരുന്നു, ഡെഡ് വെജിറ്റേഷനിൽ നിന്നാണ് ഫോം ചെയ്തതെങ്കിൽ കോളും എന്തിന് എക്സാമ്പിൾ ആണ്, ഒരു ഫോസിൽ ഫ്യൂവലിന് എക്സാമ്പിൾ ആണ്. ഇനി കോളിന്റെ പ്രധാന കണ്ടന്റ് എന്താണെന്നാ പറഞ്ഞത്, കാർബൺ. ആ പ്രോസസ്സ്, കോള് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരായിരുന്നു കാർബണൈസേഷൻ. കോള് ഫോം ചെയ്യുന്ന പ്രോസസ് നമ്മൾ എന്തെന്നാ പറയുന്നത്, കാർബണൈസേഷൻ എന്നാണ് പറയുന്നത്. അപ്പം കാർബണൈസേഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു, കാർബണൈസേഷൻ എന്ന് വെച്ചാല് ദ സ്ലോ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഡെഡ് വെജിറ്റേഷൻ ഇൻ ടു പ്ലാന്റ്സ്. ഓക്കെ, അപ്പൊ എന്താണ് കൺവേർട്ട് ചെയ്യുന്നത്, ഡെഡ് വെജിറ്റേഷൻ ആണ് കൺവേർട്ട് ചെയ്ത് എന്തായി മാറുന്നത്, കോളായിട്ട് മാറുന്നത്. ഈ ഡെഡ് വെജിറ്റേഷനെ നമ്മൾ എന്താന്നാ പറയുന്നത്, ഡെഡ് വെജിറ്റേഷനെ ഫോസിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ഡെഡ് വെജിറ്റേഷൻ നമ്മൾ പറയുന്ന പേര് ഫോസിൽ എന്നാണ്. അപ്പൊ ഈ ഫോസിലിൽ നിന്ന് ഫോം ചെയ്യുന്ന ഫ്യൂവൽസിനെ എന്തെന്ന് പറയാം, ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയാം. ഫോസിൽ ഫ്യൂവൽസ് എന്ന് വെച്ചാൽ കോൾ എന്തിന് എക്സാമ്പിൾ ആണ്, ഒരു ഫോസിൽ ഫ്യൂവലിന് എക്സാമ്പിൾ ആണ്. ഫ്യൂവൽസ് ഫോംഡ് ഫ്രം ഫോസിൽസ് ആർ നോൺ ആസ് ഫോസിൽ ഫ്യൂവൽസ്. ഫ്യൂവൽസ് ഫോംഡ് ഫ്രം, ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെന്ന് തോന്നുന്നു, ഫ്യൂവൽസ് ഫോംഡ് ഫ്രം ഫോസിൽസ് ആർ നോൺ ആസ് ഫോസിൽ ഫ്യൂവൽസ്. ഫോസിലിൽ നിന്ന് ഫോം ചെയ്യുന്ന ഫ്യൂവൽസിനെ നമുക്ക് എന്തെന്ന് പറയാം, ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയാം. അപ്പം കോള് ഫോം ചെയ്യുന്നത് ഡെഡ് വെജിറ്റേഷൻ മീൻസ് പ്ലാന്റ്സിന്റെ അനിമൽസിന്റെ എല്ലാം ഡെഡ് വെജിറ്റേഷനിൽ നിന്നാണ് അത് എന്ത് ചെയ്ത് ഫോം ചെയ്യുക. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഫോസിൽ ഫ്യൂവൽ എന്ന് പറയാം.
കോളിന്റെ പ്രധാന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കാർബൺ ആയിരുന്നു. ഇനി ഈ കാർബൺ നമ്മൾ ബേൺ ചെയ്യുകയാണെന്നത്. ഓക്കെ, ബേൺ ചെയ്യണമെങ്കിൽ വേണ്ടുന്ന ഒരു ഗ്യാസ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത് കേട്ടോ. പ്രസൻസ് ഓഫ് ഓക്സിജൻ ഈസ് വെരി നീഡഡ് ഫോർ ദ കമ്പഷൻ റിയാക്ഷൻ. അപ്പം ഈ കാർബൺ ആണ് എന്തിന്റെ പ്രധാന ഘടകം? കോളിന്റെ പ്രധാന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കാർബൺ ആണ്. അപ്പൊ ഈ കാർബൺ ആണ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? കത്തിക്കാൻ മീൻസ് അത് റിയാക്ട് ചെയ്യുന്നത് ഓക്സിജനും ആയിട്ടാണ്. എന്നിട്ട് ഫോം ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അപ്പം കോള് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് കാർബണൈസേഷൻ. അത് വളരെ സ്ലോ പ്രോസസ് ആണ്. ദ സ്ലോ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഡെഡ് വെജിറ്റേഷൻ ഇൻടു കോൾ ഈസ് നോൺ ആസ് കാർബണൈസേഷൻ. ഡെഡ് വെജിറ്റേഷൻ വളരെ പതിയെ കൺവേർട്ട് ചെയ്ത് കോളായി മാറുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് കാർബണൈസേഷൻ എന്ന് പറയുന്നത്. കോളിന്റെ പ്രധാന കണ്ടന്റ് കാർബൺ ആണ്. കോള് കത്തിക്കുമ്പം എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? ഓക്സിജനുമായിട്ടാണ് അത് റിയാക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഫോം ചെയ്യുന്ന ഗ്യാസ് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി ഈ കോളിനെ നമ്മൾ ഇൻഡസ്ട്രിയൽ ആയിട്ട് വ്യാവസായികമായിട്ട് പ്രോസസ് നടത്തുകയാണെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള തിങ്സ് അതിൽ നിന്ന് എന്ത് ചെയ്യും? കിട്ടുന്നുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് കോക്ക്, കോൾട്ടാറ്, കോൾ ഗ്യാസ്. ഓക്കെ, കോക്ക്, കോൾട്ടാറ്, കോൾ ഗ്യാസ് തുടങ്ങിയവ എല്ലാം നമുക്ക് എന്തിൽ നിന്നാണ് കിട്ടുന്നത്? ഈ കോളിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് അത്രയും പഠിച്ചാൽ മതി. എല്ലാം കൂടെ അങ്ങ് പഠിക്കാൻ വെച്ചാൽ എന്ത് ചെയ്യത്തില്ല, അത്ര പോസിബിൾ ഒന്നുമില്ല. അപ്പൊ നമുക്ക് കുറേശ്ശെ എന്ത് ചെയ്യാം? പഠിച്ച് പോകാം. അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് coal and petroleum. In this chapter we are discussing about exhaustible natural resources like petrol, coal and CNG, LPG, etc. Then the things that we obtain from the nature are now known as natural resources. Okay, the things that we obtain from the nature are known as natural resources. Based on their quantity, we can classify them into two types. First one is exhaustible and second one is inexhaustible. Exhaustible means they are limited in our nature. Inexhaustible means they are unlimited in our nature. Fossils means the dead remains of plants and animals are known as fossils. Then the fuels that we obtain from the fossils are known as fossil fuels. Then first example of fossil fuel is coal. Coal is like a say stone and the color is black. Then the uses of coals are: first one, we can use this coal as a cooking fuel. Second one, we can use this coal in railway engine to produce steam. Third, in thermal power plants to produce electricity. Then the formation of coal, the dead vegetation under high pressure, temperature and compression, they converted to coal. The process is known as carbonization and the main content of this coal is carbon. Then if we burn that coal, we will get carbon dioxide. In next one, if we industrially process the coal, we will get some useful things like coal tar and coal gas, etc. ഇതാണ് ഇന്ന് പറഞ്ഞ ടോപ്പിക്കിന്റെ ആ ഒരു സമ്മറി എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും ഒന്നും കൂടെ ഒന്ന് പറയാം. അപ്പം നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വസ്തുക്കളെ പറയുന്ന പേരാണ് നാച്ചുറൽ റിസോഴ്സസ് എന്ന്. അവരുടെ അളവ്, ക്വാണ്ടിറ്റിയുടെ ബേസിൽ നമുക്ക് അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എക്സോസ്റ്റബിൾ എന്നും ഇൻഎക്സോസ്റ്റബിൾ എന്നും. എക്സോസ്റ്റബിൾ മീൻസ് അവരുടെ ക്വാണ്ടിറ്റി ലിമിറ്റഡ് ആയിരിക്കും. ഇൻഎക്സോസ്റ്റബിൾ മീൻസ് അൺലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ഇൻഎക്സോസ്റ്റബിൾ എന്ന് പറയാം. ഇനി ഫോസിൽ ഫ്യൂവൽസ് മീൻസ് ഫോസിലിൽ നിന്ന് ഫോം ചെയ്യുന്നവരാണ് എന്ത്? ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുമ്പോൾ ഫോസിൽസ് എന്ന് വെച്ചാൽ ഡെഡ് റിമെയിൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആർ നോൺ ആസ് ഫോസിൽസ്. അപ്പം ഈ ഫോസിലിൽ നിന്ന് ഫോം ചെയ്യുന്ന ഫ്യൂവൽസ് ആർ നോൺ ആസ് ഫോസിൽ ഫ്യൂവൽസ്. ദെൻ നെക്സ്റ്റ് വൺ എക്സാമ്പിൾ ഓഫ് ഫസ്റ്റ് ഫോസിൽ ഫ്യൂവൽ ഈസ് കോൾ. ആൻഡ് അത് എന്തുപോലെയാണ്? അതിന്റെ നിറം എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. ഒരു കല്ല് പോലെയാണ് നമുക്ക് കണ്ടാൽ തോന്നുന്നത്. നല്ല കട്ടിയുള്ള വസ്തുവാണ്. യൂസസ് എന്ന് പറയുമ്പോൾ നമുക്കതൊരു കുക്കിംഗ് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാം. റെയിൽവേ എഞ്ചിൻസിൽ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്ത് ട്രെയിൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. തെർമൽ പവർ പ്ലാന്റ്സിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുണ്ടായിരുന്നു. ഇനി ഫോമേഷൻ അല്ലെങ്കിൽ കോള് രൂപപ്പെടുന്നതെന്ന് പറയുമ്പോൾ under high pressure, temperature and compressibility, dead vegetation converted to coal. Okay, ഹൈ പ്രഷറിലും ടെമ്പറേച്ചറിലും കംപ്രഷനിലുമാണ് ഈ ഡെഡ് വെജിറ്റേഷൻ എന്ത് ചെയ്യുന്നത്? കോളായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ആ പ്രോസസ്സിനെ പറയുന്ന പേരായിരുന്നു കാർബണൈസേഷൻ. ദ സ്ലോ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഡെഡ് വെജിറ്റേഷൻ ഇൻ ടു കോൾ ഈസ് നോൺ ആസ് കാർബണൈസേഷൻ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അത് കത്തിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇനി അതിനകത്ത് നമ്മൾ ഇൻഡസ്ട്രിയലി പ്രോസസ് നടക്കുമ്പോൾ കുറച്ച് യൂസ്ഫുൾ തിങ്സ് കിട്ടും. കോക്ക്, കോൾട്ടാറ്, കോൾ ഗ്യാസ്. അപ്പൊ ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ക്ലിയർ ആകുന്നു എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.